തിരുവചന പ്രദീപത്തിൻ്റെ ശ്രോതാക്കളായ ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. സംഖ്യാപുസ്തകത്തിൽ നിന്നുമുള്ള ചില വിഷയങ്ങളാണ് നമ്മുടെ ചിന്താവിഷയം. സംഖ്യ 21:4 നാം ഇപ്രകാരം വായിക്കുന്നു: പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോവാൻ ഹോർ പർവ്വതത്തിൽ നിന്നും ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ട് വഴി നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് ഏതാണ്ട് 40 വർഷത്തോടടുക്കുന്നു. ഇതുവരെയും എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ല. കാദേശിൽ നിന്ന് ഏദോം ദേശത്തുകൂടി യാത്ര ചെയ്യുവാൻ ആഗ്രഹിച്ചെങ്കിലും അവർ അതിന് സമ്മതിച്ചില്ല. യാക്കോവിൻ്റെ സഹോദരനായ ഏശാവിൻ്റെ പിൻതലമുറക്കാരാണ് ഏദോമിൽ പാർക്കുന്നത്. യാക്കോവിൻ്റെ സന്തതികൾ ഇസ്രായേൽ എന്നും ഏശാവിൻ്റെ സന്തതികൾ ഏദോമ്യർ എന്നും അറിയപ്പെടുന്നു. അവർ സഹോദരവർഗമാണെങ്കിലും ഇസ്രായേലിനെ അവരുടെ ദേശത്തുകൂടി കടന്നു പോകുവാൻ അനുവദിച്ചില്ല. മോശ ഏദോം രാജാവിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് താണുവീണപേക്ഷിച്ചെങ്കിലും വളരെ കഠിനമായ മറുപടിയാണ് ഏദോം രാജാവിൽ നിന്ന് ലഭിച്ചത്. നീ എൻ്റെ നാട്ടിൽ കടക്കരുത്, കടന്നാൽ നിൻ്റെ നേരെ ഞാൻ വാളുമായി വരും. അതിന് മറുപടിയായി ഞങ്ങൾ പെരുവഴിയിൽ കൂടി പൊയ്ക്കൊള്ളാം. ഞാനും എൻ്റെ കന്നുകാലിയും നിൻ്റെ വെള്ളം കുടിച്ചു പോയാൽ അതിൻ്റെ വില തരാം. കാൽനടയായി കടന്നു പോകണമെന്നല്ലാതെ മറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ഏദോമ്യർ യുദ്ധസന്നദ്ധരായി ഇസ്രായേലിനെതിരെ വരികയായിരുന്നു. മനുഷ്യത്വപരമായ യാതൊരു സമീപനവും ഏദോമ്യരിൽ നിന്നുണ്ടായില്ല. അതുകൊണ്ട് ഇസ്രായേലിന് വീണ്ടും ചുറ്റിത്തിരിയേണ്ടി വന്നു. മരുഭൂമിയിലെ യാത്ര ജനത്തെ വല്ലാതെ ക്ഷീണിപ്പിച്ചു. അല്പം എളുപ്പത്തിൽ കനാനിലെത്താനുള്ള വഴിയും അടഞ്ഞു. ഇതിനിടയിൽ ദുഃഖകരമായ മറ്റൊരു സംഭവമുണ്ടായി. മോശയുടെ നാവായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അഹരോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ചു. 30 ദിവസത്തെ ദുഃഖാചരണത്തിന് ശേഷമാണ് വീണ്ടും യാത്ര ആരംഭിച്ചതെങ്കിലും കനാന്യരായ ആരാധ് രാജാവ് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നു. അവിടെയും ദൈവം അത്ഭുതകരമായ വിജയം ഇസ്രായേലിന് നൽകി. ഇങ്ങനെ വലിയ പ്രതികൂലങ്ങളെയെല്ലാം അതിജീവിച്ച് ഏദോം ദേശം ചുറ്റി യാത്ര ചെയ്തു വരുമ്പോഴാണ് ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചത്. സ്വാഭാവികമായും ക്ഷീണം തോന്നാവുന്ന സാഹചര്യമാണിത്. എന്നാൽ ജനം വീണ്ടും മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നതെന്തിന്? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. വീണ്ടും ദൈവകോപം അവരുടെ മേൽ വരുവാനിടയായി. പ്രിയരെ, നമ്മുടെ ജീവിതയാത്രയിൽ അടിക്കടി ഉണ്ടാകാവുന്ന പ്രതികൂല പ്രയാസങ്ങളും നമ്മെ ക്ഷീണിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ക്ഷീണിച്ചു പോകരുതെന്നാണ്. നമ്മുടെ ബലഹീനതയിൽ ശക്തി പകരുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുത്തു പോകാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീനെന്ന് തിരുവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷകൾ നമുക്ക് നേരിടുന്നില്ല. കർത്താവ് പരീക്ഷകളോടുകൂടെ പോക്കുവഴി ഉണ്ടാക്കുന്നവനാണ്. മരുഭൂമിയിൽ മേശയൊരുക്കുവാനും ചെങ്കടലിനെ വിഭാഗിച്ച് തൻ്റെ ജനത്തിനു വേണ്ടി വഴിയൊരുക്കുവാനും ദൈവത്തിന് കഴിയും. നമ്മുടെ അവിശ്വാസവും പിറുപിറുപ്പുമാണ് പലപ്പോഴും നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ നഷ്ടമാക്കുന്നത്. നാം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ ഏത് പ്രതിസന്ധികളെയും മറികടക്കുവാൻ കഴിയും. അതിനുള്ള പോംവഴി നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച കർത്താവിനെ ധ്യാനിക്കുക എന്നുള്ളതാണ്. കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടങ്ങളെ ഓർക്കുമ്പോൾ നമ്മുടെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുവാൻ കഴിയും. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്നും നിന്നെ വിളിച്ചപേക്ഷിക്കുമെന്ന് ദാവീദ് പറയുന്നു. ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് ക്ഷീണത്തിനുള്ള മറ്റൊരു പരിഹാരം. ഏത് പ്രയാസവേളയിലും കരുണ ലഭിപ്പാനും തത്സമയത്ത് കൃപ ഭാവിപ്പാനുമായി നമുക്ക് കൃപാസനത്തിലേക്ക് അടുത്തിയെല്ലുവാൻ കഴിയും. അവിടേക്ക് കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ആത്മീയ ജീവിതത്തിൽ വേണ്ടത്ര ഉത്സാഹമില്ലാതെ പല കാരണങ്ങളാൽ ക്ഷീണിച്ചും മടുത്തും പോയിട്ടുള്ളവരാണ് ഈ സന്ദേശം ശ്രദ്ധിക്കുന്നതെങ്കിൽ ഈ 3 കാര്യങ്ങൾ പ്രായോഗികമാക്കുക. 1. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച കർത്താവിനെ ധ്യാനിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ഇറക്കി വെച്ച് പ്രാർത്ഥനയോടുകൂടെ സമർപ്പണത്തോടുകൂടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക. നമുക്കെതിരെ ഉയർന്നു വരുന്ന കൊടുങ്കാറ്റുകളെയും തിരമാലകളെയും നോക്കി നിരാശപ്പെടാതെ കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള കർത്താവിങ്കിലേക്ക് നമ്മുടെ കണ്ണുകളെ നോക്കി ഉയർത്തി പ്രത്യാശയോടെ ജീവിക്കുക. അവൻ നമ്മെ നിശ്ചയമായും നാം ആഗ്രഹിച്ച തുറമുഖത്തെത്തിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പലപ്പോഴും ക്ഷീണിച്ച് മടുത്തു പോകാൻ സാധ്യതയുള്ളൊരു ലോകത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി, ചുറ്റുപാടുകളെ നോക്കി നിരാശപ്പെടാതെ പ്രത്യാശയോടെ ജീവിപ്പാൻ കൃപ ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.